നമ്മുടെ അടുത്ത യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ആൻഡ് കറ്റാലിസിസ് എന്നുള്ള അടുത്ത യൂണിറ്റ്. ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ആൻഡ് കറ്റാലിസിസ്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ ദർ ആർ ടു സെക്ഷൻസ്, ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ആൻഡ് കറ്റാലിസിസ്. രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട തന്നെയാണ്. ഫസ്റ്റ് യു വിൽ സീ വാട്ട് ഈസ് മെന്റ് ബൈ ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ്. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. These are those reactions involving organometallic compounds. Organometallic compounds ന്റെ റിയാക്ഷൻസ് അതിനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല ടൈപ്പ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് 2 യൂണിറ്റിലായിട്ട് കണ്ടു കഴിഞ്ഞു. അതിലൊക്കെ ചില റിയാക്ഷൻസ്, എന്താണ് ഇതിന്റെ റിയാക്ഷൻസ് പ്രാധാന്യം? ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ക്യാൻ അണ്ടർഗോ എ വൈഡ് വെറൈറ്റി ഓഫ് റിയാക്ഷൻസ്. മറ്റേ നമ്മുടെ സാധാരണ കോംപ്ലക്സ് കോമ്പൗണ്ടിനേക്കാളും കൂടുതൽ പല ടൈപ്പ് റിയാക്ഷൻസ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് തരുന്നുണ്ട്. And the diversity of these reactions, വൈവിധ്യം, is almost comparable to those of the organic compounds. Organic compounds ന് പല ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. അതേ അത്രയും വൈവിധ്യമായ റിയാക്ഷൻസ് ആരും തരുന്നുണ്ട്, ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ഈസ് ഓൾമോസ്റ്റ് കമ്പാരബിൾ ടു ദോസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്തൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് തരാൻ സാധ്യത നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. Can be ligand dissociation and displacement. Isn't it? Ligand dissociate ചെയ്യാം. Addition of the ligand may be there. Substitution of the ligand may be there. Addition എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലിഗാൻഡ്സിനൊന്നും ബാധിക്കാത്ത പുതിയ ലിഗാൻഡ്സ് ആഡ് ചെയ്യാം. ലിഗാൻഡ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് പോവാ, അപ്പോഴും ബാക്കി പുതിയ ലിഗാൻഡ് വരുന്നില്ല. അല്ലെങ്കിലോ ഒരു ലിഗാൻഡ് പോയിട്ട് വേറെ ലിഗാൻഡ് വരുക. Substitution reactions. Or some type of a molecular rearrangements can occur, or sometimes a reaction can occur on the ligand itself, not on കോംപ്ലക്സിന് മൊത്തത്തിൽ മെറ്റലായിട്ട് യാതൊരു ബന്ധമില്ല, ലിഗാൻഡിന്റെ മുകളിൽ ചില റിയാക്ഷൻസ് നടക്കാം. അങ്ങനെ പല ടൈപ്പ് റിയാക്ഷൻസ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന് തരാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, the importance of this type of reactions is that such reactions can be sequenced. ഒരു റിയാക്ഷൻ അതിന് വരുന്നുണ്ടാവും അങ്ങനെ സീക്വൻസ് ചെയ്തിട്ട് നമുക്ക് that can be made use of in certain catalytic cycles എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും വളരെ ക്ലിയർ ആവും. സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തുടങ്ങി നമുക്കറിയാം, ഇങ്ങനെ പല റിയാക്ഷൻ നടന്ന് കഴിഞ്ഞ് എല്ലായിടത്തും പ്രോഡക്റ്റ് ഉണ്ടാവും, അവസാനം തുടങ്ങിയ സ്ഥലത്തിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാല് there's a catalyst here. അതിന്റെ മുകളിൽ ചില റിയാക്ഷൻ വേറെ പ്രോഡക്റ്റ് ആയി വേറൊന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ പ്രോഡക്റ്റ് വരും വേറൊന്നായി, ചിലപ്പോൾ വേറൊന്നിൽ പുറത്തേക്ക് പോകും, വേറെ ആഡ് ചെയ്ത് വേറെ ചില അറേഞ്ച്മെന്റ് നടത്തി അവസാനം ഇതിന്റെ ഒരു പ്രോഡക്റ്റും പുറത്തേക്ക് പോകും. ചില റിയാക്ടൻസ് ഉള്ളിലേക്ക് കടക്കുന്നുണ്ടാവും. അവസാനം നമ്മളെ കാറ്റലിസ്റ്റ് അവിടെ റീഫോം ചെയ്യും. സോ ദാറ്റ് ദിസ് സൈക്കിൾ ക്യാൻ കണ്ടിന്യൂ. കുറച്ച് വളരെ ക്ലിയർ ആവും നമുക്ക്. ഇതിന് പറയുന്നത് കറ്റാലിറ്റിക് സൈക്കിൾസ്. ഈ സൈക്കിൾസിൽ പല സ്ഥലത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? ദീസ് ടൈപ്പ് ഓഫ് ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ്. വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന a large number of catalytic cycles are there making use of the organometallic reactions. By the production of a extremely large quantity of industrial products, this type of reactions are made use of. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് നമുക്ക് വളരെ ക്ലിയർ ആവും. അപ്പൊ ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ്? ആദ്യം നമുക്ക് ഒരുപാട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കുറെ കറ്റാലിറ്റിക് സൈക്കിൾസും അതേ ബന്ധപ്പെട്ട് വരുന്ന റിയാക്ഷൻസ്. എല്ലാ റിയാക്ഷനും നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത അതിന്റെ ആപ്ലിക്കേഷൻ ആണ് അതിന് ചേർന്ന് വരുന്ന ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ആൻഡ് കറ്റാലിസിസ്. എന്ന് പറഞ്ഞാൽ കറ്റാലിസിന്റെ സൈക്കിൾസ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒക്കെ വേണം. ആ പറഞ്ഞ ഏതൊക്കെ വേണോ അത് തൽക്കാലം അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നമ്മുടെ സിലബസിൽ അതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു 4 5 6 ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. വേറെ ഒരുപാട് റിയാക്ഷൻസ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനുണ്ട്. അങ്ങനെ പഠിക്കാൻ പലപ്പോഴും എത്തൂല. തൽക്കാലം നമുക്ക് വേണ്ട നമ്മൾ പഠിക്കുക. ആൻഡ് വി സീ ഓഫ് കോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്നു. സിലബസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനോട് ചേർന്ന് വരുന്ന കറ്റാലിസിസ് എന്നുള്ള ഭാഗത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ റിയാക്ഷൻസ്. കറ്റാലിറ്റിക് സൈക്കിൾസ് ഒരു 5 6 എണ്ണം പഠിക്കാനുണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. ഈ 6 എണ്ണത്തിൽ എന്തൊക്കെ വേണോ അതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ സിലബസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ എടുക്കുക. ദാറ്റ് ഈസ് ligand dissociation and
Okay. Ligand dissociation and display or replacement reactions. Ligand substitution reactions. ഇതൊക്കെ ഇതിൽ വരുന്ന നമ്മൾ നേരത്തെ ആദ്യത്തെ ചാപ്റ്ററിൽ മെറ്റൽ കാർബണൈൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നല്ലോ. അതിൽ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിയാക്ഷൻസ് ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ് ഇപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ടോ വിശ്വാസം. റിയാക്ഷൻസ് ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. That is, one of the carbon monoxide ligand can be substituted with some other ligand, or in some carbonyl, a ligand other than carbonyl group can be substituted with a പല type of carbonyls ഉണ്ട്. Monoleptic carbonyls ഇന്നത്തെ കാർബൺ മോണോക്സൈഡ് മാത്രമുള്ളത്. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കാർബൺ മോണോക്സൈഡ് വേറെ വേറെ ലിഗാൻഡ് വരണം. മറ്റു ചില കോംപ്ലക്സ് ഉണ്ട്, ഹെട്രോലെപ്റ്റിക് കോമ്പൗണ്ട്സ്. പേരൊക്കെ ഓർമ്മിക്കണ്ടെന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, മറ്റ് ലിഗാൻഡ്സ് ഉണ്ട്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഒട്ടും ബാധിക്കാതെ കൂട്ടത്തിലുള്ള മറ്റ് ലിഗാൻഡ്സ് കോ ലിഗാൻഡ്സിന്റെ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാം. ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ലിഗാൻഡ് അങ്ങനെ തന്നെ പോയിട്ട് ബാക്കിയാണ് നിൽക്കാം. A 5 coordinate complex can be converted into a 4 coordinate complex till it may be stable. ആ ടൈപ്പ് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. കാർബണൈൽസിന്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, can see that a nickel carbonyl will dissociate on heating into heating നല്ലത് ഫോട്ടോകെമിക്കൽ ആണ്. NiCO thrice ഹീറ്റ് ചെയ്താൽ സംഭവിക്കും, കുഴപ്പമൊന്നുമില്ല. ഡെൽറ്റ ഓർ HNO ഏതെങ്കിലും ഒന്ന് മതി. ആൻഡ് ദിസ് നിക്കൽ കാർബണൈൽ, that is NiCO thrice, can combine with say a trialkyl phosphate into see this one. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ബട്ട് യു ക്യാൻ കൺസിഡർ ഇറ്റ് ഇൻ ടു സ്റ്റേജസ്. വൺ ഈസ് ligand displacement, ligand dissociation, and this is the replacement. Dis അല്ല, റീപ്ലേസ്മെന്റ് അവർക്ക് നല്ല കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടു കൺസിഡർ നിക്കൽ കാർബണൈൽ NiCO4. What is the electron count of nickel carbonyl? നമ്മൾ നേരത്തെ it is an 18 electron molecule species, isn't it? That is a 10 out from the part of nickel. Nickel is D8S2, 8 plus 2, 10 electrons are there with the nickel, and it combines with 8 electrons of 4 carbon monoxide molecules. Altogether there are 18 electrons. Okay, and when it loses one carbon monoxide, in effect it loses 2 electrons. 2 electron carbon monoxide, one carbon monoxide 2 electron കൊടുക്കാണ്. ഒരു carbon monoxide പോയ 2 electron ന്റെ കൂടെ പോയി. We can see that this is a 16 electron species. See, അതെ ഒരു 16 electron species ആയിരുന്നു. This is 18 electron and this is a 16 electron. And you can see that in the next stage, this 16 electron species is converted again into an 18 electron species, making use of the 2 electrons that is donated by the newly introduced ligand, that is a trialkyl phosphate. Okay, നമുക്കറിയാം നമ്മളെ പല കോമ്പൗണ്ട്സുകളും 16 ഇലക്ട്രോണോ 18 ഇലക്ട്രോണോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, most of them may be either 18 electron species or 16 electron species, and you can see that here an 18 electron species converted into 16 electron species, and 16 again converted into 18 electron species. The tetrahedral complex ആണ്, അതിനെ 18 electron ആണ് കൂടുതൽ ഇഷ്ടമെന്ന് നമുക്കറിയാം. To try to get 18 electrons, and it clearly seen that the first stage in this reaction is very slow and second stage is very fast. First stage ആണ് ഇതിന്റെ rate determining stage എന്ന് പറയുന്നത്, that is the dissociation of NiCO4 into NiCO3 and CO. Okay, why it is slow and why it is fast? Very clear, because the 18 electron species is very reluctant to lose that 2 electrons, isn't it? Why? Because 18 electrons is the more stable condition. ഇപ്പോൾ സ്റ്റേബിൾ കാര്യങ്ങൾ 16ലേക്ക് പോകണമെങ്കിൽ ലേശം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ നിക്കൽ കാർബണൈലിനെ ഒരു കാർബൺ മോണോക്സൈഡിനെ ഒഴിവാക്കുക എന്നുള്ളത് is difficult, and we see it clearly that the first stage is very slow, and when it loses that carbon monoxide, you can see that immediately the PR3 will
take that position. Why? Again, the 16 electron species is eager to get 2 more electrons, and if it meets one PR3 molecule, immediately to combine with that. പറയുന്നത് ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തുകൊണ്ട് സ്ലോ എന്തുകൊണ്ട് ഫാസ്റ്റ് എന്ന് വളരെ ക്ലിയർ ആണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേജ് സ്ലോവും രണ്ടാമത്തെ ഫാസ്റ്റ് ആണ് നമുക്ക് വളരെ ക്ലിയർ ആണ്. 18 electron system is more stable for this particular species. എല്ലാത്തിനല്ല, ഇതിന് 18 electron species, 18 electron count ആണ്. Electron count of 18 is more safe or more stable for this nickel complex. അതൊന്ന് ക്ലിയർ ആണല്ലോ? ഇനി എല്ലാ കേസിലും ഞാൻ പറഞ്ഞു, ഇതിപ്പോ എല്ലാ കേസിലും ഇങ്ങനെ നടക്കണമെന്നില്ല. ചില കേസിൽ ചിലപ്പോ ഒരു 18 ഇലക്ട്രോൺ വേണ്ട. ഇനി നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുക. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇങ്ങനത്തെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. വേറെ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കണ്ട എക്സാമ്പിൾ എന്തായിരുന്നു? FeCO5. ഇതൊക്കെ ഏത് ചെറിയ പോലത്താണ്. പ്ലസ് എന്താ കിട്ടുക നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. FeCO4 PPH3 with the release of one carbon. That's a simple substitution type reaction. FeCO4. Here also we can see that FeCO5 is an 18 electron species because 8 from the part of iron and 10 from the part of carbon monoxide. 5 carbon monoxide molecules, 5 into 10, 10 plus 8, 18. And if it dissociates, it gets converted into FeCO4. In charge on the FeCO4. That is a somewhat stable species, but once it meets one PPH3, you can say it immediately comes and joins with PPH3, forming FeCO4, PPH3. Why? Because the FeCO4 that is formed by the dissociation of FeCO5 is less stable. Why the first stage will be slow? We can predict the first stage will be slow. The dissociation of FeCO5 into FeCO4 and CO will be slow because in that reaction an 18 electron species is getting converted into a 16 electron species which the system does not like. So that is slow, and that is the rate determinant step. And the next stage, what happens? FeCO4 formed in the first stage immediately, that's very fast reaction. Why? Because the 16 electron species is trying to get 2 more electrons again being converted into the 18 electron species. What's the point? അപ്പോൾ അങ്ങനെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ലിഗാൻഡ് ഡിസോസിയേഷൻ ആൻഡ് റീപ്ലേസ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ചിലപ്പോഴേ വേറെ എക്സാമ്പിൾ ആണ്. If MnCO5 they are react with ethylene diamine. You see, ethylene diamine is a bidentate ligand. So it can take the position of a 2 monodentate ligand. കാരണം ഒരു ethylene diamine പറ്റി ഒരു CO5 വരാൻ പറ്റില്ല. ഒരു ethylene diamine molecule ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഇവിടുന്ന് 4 ഇലക്ട്രോൺസിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ 2 monodentate ligandsനെ ഒഴിവാക്കണം. You can see that is actually happening. We can see that the product formed is MnCO4 അല്ല CO3 EnBr. You can see that 2 CO molecules are being substituted by one En molecule because what is donated by 2 COs can be donated by one ethylene diamine because it is a bidentate ligand. CO is a monodentate. Or we can see that 4 electrons are lost by the release of 2 carbon monoxide molecules and 4 electrons are gained by the addition of an ethylene diamine molecule. എന്തുകൊണ്ടുകൊണ്ട് 5 പെട്ടെന്ന് 3 എന്ന് വെച്ചാൽ 2 CO പോയാൽ മാത്രമേ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ see that 2 CO5 molecules are removed at the same time. ഇതിന്റെ ഇലക്ട്രോൺ കൗണ്ടും നമ്മൾ 18 തന്നെയാണ്. കാരണം മാംഗനീസിന്റെ ഇതിലാണ് 7 ആണ്, ഇതിന്റെ 10 ആണ്, ഇതിന്റെ 1 ആണ്. 18 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 18ൽ നിന്ന് നമ്മൾ നേരത്തെ പോലെ ആലോചിച്ചാല് 16 പോയി 14ലേക്ക് വരണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. വി മേ അസ്യൂം ദാറ്റ് ചിലപ്പോൾ എങ്ങനെയാണ് നടക്കുക, MnCO5 will lose 1 carbon monoxide forming MnCO4, that is the 16 electron. 16 electron species എന്ത് സംഭവിക്കും? ഉടനെ അതിന് ഒരു 2 ഇലക്ട്രോൺ കിട്ടാന്നുണ്ട്. ചുറ്റും കാണുന്നവരാണ്
സോറി ആരാണ് ഇത്രയും ഡയോനാണ് എന്തുണ്ടാവും MnCO4En ഇങ്ങനെ ഉണ്ടാവോ? പക്ഷേ ഈ എൻ ചിലപ്പോ ഒരു NH2 CH2 CH2 NH2 ആണ്. കാണിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ട് കാണിക്കും. ഈ സാധനമാണ് ചിലപ്പോൾ ഒരു ലോൺ പെയർ മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഉടനെ അടുത്ത CO കൂടി ഇന്ന് തട്ടും. അപ്പൊ എന്തായി? 3 ആയി. അടുത്ത CO തട്ടുമ്പോൾ എന്താവും? ഈ നൈട്രജൻ കൂടി ഇങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്യും. സംഭവം ശരിയായി. അപ്പൊ ഒറ്റ സെയിലായിരിക്കണം എന്നില്ല, ചിലപ്പോൾ 2 സെയിലാവും. എന്തായാലും കാണുന്നത് എന്താണ്? 2 carbon monoxide molecules are lost and its position is occupied by an ethylene diamine molecule. Okay. ഇനി ചില കേസിൽ 2 ലിഗൻഡ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ലിഗൻഡ്സ് ഒന്നും കിട്ടാനില്ല എങ്കിൽ മോളിക്യൂൾ ഡിസോസിയേറ്റ് ഇവിടെ PRCയോ PPH3 അല്ലെങ്കിൽ എന്താ എത്തിലൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടിയതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം ഒരു ഗ്യാസാണ്, ചിലപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോഴേ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ചില കേസിലെങ്കിലും we can see that the loss of certain ligands, usually a loss of ligand is made up by the addition of some other ligand or introduction of some other ligand. Carbon monoxide goes and a triphenyl phosphine enters, no problem. Or 2 carbon monoxide goes and 1 ethylene diamine is entering, no problem. In some cases, if there is no other ligand to enter, what happens? The system will try to make up the loss of electrons somehow. And a good example is seen in the reaction of a molybdenum complex. This complex, that's a binuclear complex. There are 2 molybdenum atoms connected by what is so-called a metal-metal bond, and you can see there are 3 COs and 1 eta 5 C5H5. Eta 5 C5H5 donates 5 electrons, 3 COs donate 6 electrons. Molybdenum has 6 electrons. That is chromium content of D4S2 ആണ്. 6 12 17, and say from the metal bond it gets 1 more electron. Okay, 5 plus 6 plus 6 plus 1 is equal to 18 electron. അപ്പോൾ ഇത് 18 ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഇതിൽ നിന്ന് 5, ഇതിൽ നിന്ന് 6, സ്വന്തമായിട്ട് മോളിക്യൂൾ 6, മെറ്റൽ ബോണ്ട് ഫോം ചെയ്യാൻ കിട്ടുന്ന 1, മൊത്തത്തിൽ it has 18 electrons. And you can see that this system also on heating dissociate to release 2 COs. 2 ഭാഗമുണ്ട്, ഒരു ഭാഗത്ത് മാത്രം പോരാ, 2 CO പോകും. അപ്പൊ എന്തായി മാറി? 5 C5H5 CO twice MO CO twice 5 C5H5 ഇതേ സാധനം തന്നെ കിട്ടും. വിത്ത് 2 carbon monoxide lost plus 2 CO. പക്ഷെ 2 CO പോയാല് 4 ഇലക്ട്രോണിന്റെ കുറവ് വന്നേ. മോളിബ്ഡിനം ഓരോരോ മോളിബ്ഡിനത്തിനും 2 ഇലക്ട്രോണിന്റെ കുറവ് വരും. ശരി, ഇപ്പൊ എത്രയുണ്ട്? 7 7 4 11 11 16 സോറി 7 6 6 6 4 10 15 15 15 1 16. This is a 16 electron species only. വേറെ ലിഗൻഡ് ഒന്നും അവിടെ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു some type of rearrangement may occur. In this case it is seen that അതിങ്ങനെ നോക്കിയിട്ട് കാണാത്തോണ്ടൊന്നും ചിന്തിക്കരുത്, ഞാൻ പറയുന്നേ ഉള്ളൂ. It is seen that the product actually has a triple bond between the metal and the metal. ഇതിൽ ഒരു ബോണ്ടേ ഉള്ളൂ, ഇവിടെ എന്തായി? 3 ബോണ്ടായി. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ മോളിബ്ഡിനത്തിന് 1 ഇലക്ട്രോൺ ലാഭം ഉണ്ടാവും. 2 ബോണ്ട് പുതുതായിട്ട് ഫോം ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ ലാഭം ഇവിടെ ഉണ്ടാവും, 2 ഇലക്ട്രോൺ ലാഭം ഇവിടെ ഉണ്ടാവും. That means the loss of this carbon monoxide result in the loss of 2 electrons. Each molybdenum loses 2 electrons, or each molybdenum is converted from 18 to 16 electron species, and it is seen that the molybdenum and molybdenum forms 2 more bonds and share these electrons, so that electron bond again becomes 18. ഇവിടെ എങ്ങനെ കൗണ്ട് ചെയ്യാം? 5 4 6 3 മെറ്റൽ ബോണ്ട് ഉണ്ടാകുമ്പോൾ 3 ഇലക്ട്രോൺ. അപ്പോൾ 6 3 9 9 13 5 18 ഇലക്ട്രോൺ ആയി മാറി.
അപ്പം അങ്ങനെയും സംഭവിക്കാം. പോയ ലിഗാൻഡിന് പകരം വേറെ ലിഗാൻഡ് വരണമെന്നില്ല. പോയ ലിഗാൻഡ് അങ്ങനെ തന്നെ പോയി പോട്ടെ, കുഴപ്പമില്ല, നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വി കൻ അഡ്ജസ്റ്റ് ഇറ്റ്. വി കൻ അല്ല, ദ മോളിക്യൂൾ ക്യാൻ അഡ്ജസ്റ്റ് ഇറ്റ്. അങ്ങനെയും സംഭവിക്കാം. അടുത്ത പോയിന്റ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.